സത്യത്തിൽ ഭീകരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് അവിടെ വന്നിരിക്കുന്നത്. സംശയമില്ലാത്തൊരു കാര്യം. ഏതൊരു സാഹചര്യത്തിലാണ് വിജയ് മല്യ ഈ സ്വർണം ശബരിമല കൊടുക്കാൻ പൊന്നമ്പലമാക്കി മാറ്റണം, പൊന്നമ്പലമേട് പൊന്നമ്പലമാക്കണം എന്നുള്ളൊരു ആശയമായിരുന്നു ശരിക്കും മനസ്സിൽ. അപ്പൊ ആദ്യം എടുത്തു വെച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കൊടുക്കില്ല, ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ല, അവിടെ തന്നെയാണ് പറയുന്നത്, വിശ്വാസമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്തു തരാം, നിങ്ങളുടെ ഡയറക്ഷൻ അനുസരിച്ച് ചെയ്തു തരാമായിരുന്നു. അങ്ങനെയാണ് പെർമിഷൻ മേടിക്കുന്നത്. ആൻഡ് കോടതിയും അത് പെർമിറ്റ് കൊടുക്കുകയായിരുന്നു, ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്ത് ഇന്ന പാരാമീറ്റേഴ്സൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ പാർട്ടി ടു ആയിട്ടാണ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. നാഗരാജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതിന് ശേഷം അതിലൊരു പാളിച്ചു വന്നപ്പോഴാണ് എൻ്റെ അവിടെ എൻട്രി വരുന്നത്, ഞാൻ അവിടെ പോകുന്നത്, അത് തീർത്തു കൊടുക്കുന്നതും അത് അസസ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞതും. അപ്പോൾ ഏകദേശം നോക്കുമ്പോഴേക്കും എല്ലാം നല്ല പെർഫെക്റ്റ് വേയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഭംഗിയാക്കി ഈ പറഞ്ഞ പോലെ തന്നെ പൊന്നമ്പലമേടായി മാറിയത് അപ്പോഴാണ്. ആക്ച്വലി ആഗ്രഹം പൂർത്തീകരിക്കുകയാണ് അവിടെ ഒരു വ്യക്തി. അപ്പോൾ അതിൽ നിന്ന് ഒരു സായുജ്യമാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോഴേക്ക് ഇതൊന്ന് നോക്കി പറയണം, ഇതെല്ലാം ശരി ചെയ്തിട്ടുണ്ടോ, നമ്മൾ കൊടുത്തത് കൊടുത്തു, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. തുടക്കം മുതലേ വിവാദങ്ങളായിരുന്നു ഓരോ കാര്യത്തിലും. അന്നും ഉണ്ടായിരുന്നു ഓരോ ആവശ്യത്തും ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ എടുത്തിടുകയും അതിന്റെ പുറകെ ഓടുകയും. കമ്മീഷണർ ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഞാനൊക്കെ അവിടെ ശബരിമലയിൽ ചില ജോലിയുടെ ഭാഗമായിട്ടൊക്കെ അവിടെ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഈ എത്ര ഉണ്ണിയപ്പുണ്ടാക്കി, എത്ര അരവണയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കണക്കുകൾ പോലും ഈ കമ്മീഷൻ അന്വേഷിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, പെർഫെക്റ്റ് ആയിട്ടാണ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തു പോയത്. അത് 100% ഷുവർ. ഞാനും അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ഉള്ളതിൽ പറയുകയാണത്. ഇത് ആ റെക്കോർഡ് പോയത് തന്നെ ആക്ച്വലി ഒരു വൻ വീഴ്ചയാണത്. ഇപ്പോൾ അവർ ഹാങ് ഓൺ ചെയ്തിരിക്കുന്നത് കോടതി വിധിയിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. UB ഗ്രൂപ്പ് പണി ചെയ്തതിന് ശേഷം ഇത്ര കിലോ ഇന്ന സാഹചര്യത്തിൽ ഇന്ന സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള റെക്കോർഡിലാണ് ഇപ്പോൾ അവർ തൂങ്ങിയേക്കുന്നത്. അതിൽ തന്നെ ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്സ് ഉണ്ട്. കാരണം ദ്വാരപാലകർക്ക് യൂസ് ചെയ്തിരിക്കുന്ന 1.5 കിലോവും 8 പില്ലറിനെ യൂസ് ചെയ്തേക്കുന്ന 4 കിലോവും അവിടെ ഒരു ഇന്റർവാല്യൂ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 15 കിലോയ്ക്ക് അവർ റെസ്പോൺസിബിൾ ആണ്, അതിൽ സംശയമില്ല. കാരണം കൂരേന്ന് എടുത്തിട്ടില്ല. ദൈവം സഹായിച്ച് ഇനി കൂരയുടെ മുകളിൽ കയറി എടുക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാത്തത് കൊണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ബാക്കിയുള്ളതെല്ലാം അഴിച്ചു മാറ്റി അതിൻ്റെ വാല്യൂ അപ്പാർട്ട്, അത് വേറൊരു കാര്യമാണ്. പക്ഷെ ഇത് ആസൂത്രണമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇത് ഈ അമാൽഗമേഷൻ പ്രോസസ്സ് എന്ന് നിലവിൽ മാറി എന്നാണ് ഗോൾഡ് പ്ലേറ്റിംഗ് പ്രോസസ്സ് വന്നത്, അന്ന് മുതൽ ഒരു നോട്ടമുള്ള ഒരു സംഭവമായിട്ട് മാറിയത്.